നമസ്കാരം. A1 ന്യൂസിൻ്റെ നമുക്ക് ചുറ്റും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് നമ്മുടെ നാട്ടുകാരിയായ അതിലുപരി നല്ലൊരു ഗായിക കൂടിയായ രേഷ്മ KS ആണ്. അപ്പം രേഷ്മ KS നമ്മോടൊപ്പം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. രേഷ്മയെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ചെറുപ്പം തൊട്ട് കുട്ടിക്കാലം തൊട്ടേ സംഗീതത്തോട് ഏറെ പ്രിയപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. അപ്പം നമുക്ക് ചെറുപ്പം തൊട്ടേ അറിയുന്നതാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ പ്രൊഫഷണൽ ഗാനമേള വേദികളിലൊക്കെ ഒരുപാട് ഗാനമേളകൾ അവതരിപ്പിക്കുന്നതാണ്. കേരളത്തിന് പുറത്ത് നിരവധി വേദികളിൽ പോയിട്ട് പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. അതിലുപരി ഇപ്പം ഏറ്റവും നല്ലൊരു സന്തോഷകരമായ നിമിഷം കൂടിയാണ്. കാരണം എന്ന് വെച്ചാൽ മഴവിൽ മനോരമയിലേക്ക് ഒരു സെലക്ഷൻ കൂടി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ വിശേഷങ്ങൾ ഈ സന്തോഷവും പങ്കുചേരുകയാണ് രേഷ്മയോടൊപ്പം. അപ്പോൾ രേഷ്മയെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുക പ്രേക്ഷകർക്ക് മുമ്പിൽ. ഞാൻ രേഷ്മ, കണ്ണൂർ ജില്ലയിലെ പ്രാപ്പോയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ഇപ്പോൾ MA മ്യൂസിക് കഴിഞ്ഞു. വീട്ടിലെ അച്ഛൻ, അമ്മ, എനിക്കൊരു അനിയനും കൂടിയാണുള്ളത്. അപ്പം ഇപ്പം സംഗീത ടീച്ചറായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ പാട്ട് ഒരുപാട് വേദികൾ, ഒരുപാട് ട്രൂപ്പുകളിൽ പാടുന്നുണ്ട്. അതെ, ഒരുപാട് ട്രൂപ്പുകളിൽ പാടുന്നുണ്ട്. ഏതെങ്കിലും ട്രൂപ്പുകളിൽ ഇപ്പം പാടിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ പയ്യന്നൂർ SS ഓർക്കസ്ട്ര, അതുപോലെ സ്വരരാഗ് ഓർക്കസ്ട്ര, അതുപോലെ എറണാകുളത്ത് കൊച്ചിൻ ഡ്രീം ബീറ്റ്സ്, എല്ലാ ടീമിലും അത്യാവശ്യം പ്രോഗ്രാം ചെയ്യാറുണ്ട്. അനിയൻ എറണാകുളത്ത് ഓഡിയോ എഞ്ചിനീയർ ആണ്, മ്യൂസിക് ഫീൽഡ് ആണ്. ഇപ്പൊ അവൻ അല്ലു കാതൽ എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, അതിന്റെ മ്യൂസിക് ഡയറക്ടറാണ്. യൂട്യൂബ് റിലീസ് ആയത്. അതെ, എല്ലാവരും കാണണം. രേഷ്മയെ സംബന്ധിച്ച് നമുക്കറിയാം. എല്ലാവർക്കും പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ചോദ്യം ചോദിക്കാം. ഈ രേഷ്മ ഈ സംഗീതത്തിലേക്ക് വരാനുള്ള കാരണം എന്താ? ഞാൻ ഈ സംഗീതത്തിലേക്ക് വരാനുള്ള മെയിനായിട്ടുള്ള കാരണം എൻ്റെ അച്ഛനും അമ്മയാണ് ഞാൻ ആദ്യമായിട്ട് പാട്ട് പാടുന്നുള്ളത് കണ്ടുപിടിച്ചത്. അപ്പോൾ എൻ്റെ വീട്ടിലിങ്ങനെ കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അടുത്ത വീട്ടിൽ ടേപ്പ് റെക്കോർഡർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനിങ്ങനെ കുഞ്ഞാകുമ്പോൾ ഇങ്ങനെ പാട്ട് പാടും. അപ്പോൾ നാക്കൊന്നും തിരിയില്ല. അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഞാൻ പാട്ടാണ് പാടുന്നതെന്ന് അച്ഛനും അമ്മയും കണ്ടുപിടിക്കുകയും എന്നെ ഓരോരോ കോമ്പറ്റീഷനിൽ അവർ കൊണ്ടുപോയി പങ്കെടുപ്പിക്കുകയും അങ്ങനെ പങ്കെടുപ്പിച്ച് എനിക്ക് സബ് ജില്ലയിലൊക്കെ സമ്മാനങ്ങൾ കിട്ടുകയും അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അനുപേട്ടനും ജയേട്ടനും ഒരു ദിവസം എൻ്റെ വീട്ടിൽ വരെയും മോളെ ഇങ്ങനെ എന്താ പറയുക, ഞങ്ങളുടെ നാട്ടിലൊരു ചെറിയ ടീമുണ്ട്, കരോക്കേൻ്റെ ടീം, മോളെ വിടാൻ പറ്റുമോ എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് വന്ന് ചോദിക്കും. അപ്പം എൻ്റെ അച്ഛൻ്റെ മകളാണ് ഞാൻ അറിയില്ല, അച്ഛനെ ഇവർക്കെല്ലാവർക്കും നന്നായിട്ട് അറിയായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയും അപ്പോൾ അച്ഛൻ ഓക്കെ പറയാം. അങ്ങനെ എന്നെ നാട്ടിലുള്ള ടീമുകളിലൊക്കെ ഗാനമേളയ്ക്ക് കൂട്ടിയിട്ട് പോകുമായിരുന്നു അനുവേട്ടനും ജയേട്ടനും. അതെ, നമുക്ക് ചെറുപ്പം തൊട്ടേ ഞാൻ രേഷ്മയുടെ പാട്ട് കേട്ടത് സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവൽ വേദിയിൽ വെച്ച് ഇന്ദ്രനീലത്തിനോട് എന്ത് കൊണ്ടുപോകുന്നില്ല ഒരു പാട്ടാണ്. ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. രേഷ്മ ഇപ്പം മഴവിൽ മനോരമയിലെ പരിപാടിയിലേക്ക് ഇപ്പോൾ ഒരു സെലക്ഷൻ ആയിട്ടുണ്ടല്ലേ? അപ്പം ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം രേഷ്മയുടെ സന്തോഷത്തിൽ നമുക്കും നമ്മുടെ നാടിനും കൂടി ഒരു അഭിമാനമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം നാട്ടുകാർ, നമ്മുടെ എല്ലാവരും കൂടപ്പുറപ്പൊരു ഇവളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പം അതിലേക്ക് എങ്ങനെയാണ് ഈ സെലക്ഷൻ കിട്ടിയത്? ഞാനിങ്ങനെ മഴവിൽ മനോരമേൻ്റെ ഒരു ഓഡീഷൻ അങ്ങനെ കണ്ടിരുന്നു, അതായത് ഒരു ആഡ് കണ്ടിരുന്നു. അപ്പോൾ ആഡ് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് പാട്ട് പാടിയ വീഡിയോ ഇങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെലക്ഷൻ കിട്ടുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ 2 ആഴ്ചയായിട്ട് അവർ വിളിക്കുന്നൊന്നും കാണാത്തപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും സ്വാഭാവികമായിട്ട് നമ്മൾ പല ഓഡീഷന് കൊടുക്കില്ല, അപ്പോൾ അതുപോലെ പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ അച്ഛൻ്റെ ഒന്നിച്ച് ചെറുപുഴ പോകുന്ന സമയത്ത് അവർ കറക്റ്റായിട്ട് ഇങ്ങനെ പ്രോഗ്രാമിന് വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞ് അങ്ങനെ സെലക്ഷൻ പറഞ്ഞു. പക്ഷേ രേഷ്മയുടെ ഒരു കഴിവ് വെച്ചിട്ട് ഇവിടെ ഇതിന് മുമ്പ് എത്തേണ്ട ആണ് ശരിക്കും. നമുക്കൊരു അത്ഭുതമാണ്. എന്തുകൊണ്ടാണ് ഇത് നീ ഓഡീഷൻ പോകാത്തതാണോ? എന്തായാലും ഇതൊരു ഇവിടെ വരെ എത്തിയില്ലേ, ഇനി അങ്ങോട്ടുള്ള ഒരു നല്ലൊരു ഉയർച്ച ഉണ്ടാവും തീർച്ചയായും. രേഷ്മയുടെ കഴിവ് പ്രേക്ഷകരായിട്ട് കേരളം മൊത്തം അറിയണം. രേഷ്മയുടെ കഴിവ് അതായത് സ്പീഡ് പാട്ടുകളായാലും നല്ല ക്ലാസിക്കൽ സോങ്ങുകളായാലും എന്താണ്, അതായത് ഗാനമേള വേദികളിൽ അതായത് ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആവേശമാക്കുന്ന ഗാനങ്ങളും രേഷ്മ പാടുന്നുണ്ട്. അതുപോലെ ക്ലാസിക്കലായിട്ട് ഏറ്റവും നല്ല ക്ലാസിക്കൽ ചിത്രയൊക്കെ പാടി അനശ്വരമാക്കിയ വളരെ മനോഹരമായ ക്ലാസിക്കൽ ഗാനങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് പാടാൻ കഴിവുള്ള ഒരു ആളാണ് രേഷ്മ. അതുപോലെ തന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ വൈറലായ ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പൊ അതിലേതെങ്കിലും ഒരു 2 പാട്ട് പാടുമോ? ഓക്കെ. വാമദേവ പാർവതി സുകുമാര, വാമദേവ പാർവതി സുകുമാര, വാമദേവ പാർവതി സുകുമാര, വാമദേവ പാർവതി സുകുമാര, വാരിജാസ്ത്ര സമ്മോഹിതാകരാസ ദിഗമ പനി പവ മമ രി സനി സാ
സാരി ഗമ പനി പ ഗമ മരി രി സനി സ മഗമ പനി പ മഗ മരി രി സനി സരി ഗമ പ ഗമ പ സാനി പ മരി രി സ രി സനി പ സനി പ മനി പ മരി രി സരി ഗമ പ സനി സരി സനി പ മരി സ രി സ സനി നി പ പ മ മരി രി സനി സരി സ മഗ പ മനി പ സനി രി സ മരി സനി പ രി സനി പ മഗ മ രി സനി സ്വാമിനാഥ പരിപാലയാശു മാ സ്വ പ്രകാശ വല്ലീശ ഗുരു ഹരേ വസനേശ സ്വാമിനാഥ പരിപാലയാശു മാ സൂപ്പർ സൂപ്പർ. ഈ ഒറ്റപ്പാട്ട് തന്നെ രേഷ്മയുടെ കഴിവ് നമുക്ക് മനസ്സിലാവാൻ പറ്റും. അതുപോലെ ഈ ക്ലാസിക്കൽ സോങ് മാത്രമല്ല, ഇതിപ്പോൾ കർണാടക സംഗീതം, ഇത് മാത്രമല്ല അതുപോലെ ഏറ്റവും അടിപൊളി, അതായത് ഇപ്പോൾ ഏറ്റവും പുതിയ പാട്ടുകളും ഗാനമേള വേദികളിലല്ലേ. അപ്പോൾ എന്തായാലും നമ്മളെ ഇപ്പം ഏറ്റവും അടുത്തിറങ്ങിയ നെരിവേട്ട, ഇതിലത്തെ ഒരു പാട്ടിന് 2 ലൈൻ ഒന്ന് പാടാൻ പറ്റുമോ? കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുലഞ്ഞു, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി, തൊട്ടപ്പോൾ ആത്മാവിൻ തേൻ നിറഞ്ഞു, പൂപോലെ നീ വിരിഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളിൻ തുള്ളികളായി, കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൻ മിന്നലായി. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. സൂപ്പർ ആയിട്ടുണ്ട് രേഷ്മ. താങ്ക് യു. ഏതാ വോയിസ്? നമുക്കൊരു നാടകഗാനം, ഒരു പഴയ കാലം ഏതായാലും ഒരു അടിപൊളിയും പാടി, ഒരു കർണാട്ടിക് സംഗീതത്തിൽ ഒരു പാട്ട് പാടി, അപ്പൊ ഒരു നാടകഗാനം കൂടി പാടാൻ 2 പാടി. ശർക്കര പന്തലിൽ തേൻമഴ ചൊരിയും ചക്രവർത്തി കുമാരാ, നിൻ മനോരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം. ശർക്കര പന്തലിൽ തേൻമഴ ചൊരിയും ചക്രവർത്തി കുമാരാ. ഓക്കെ. ഇപ്പോൾ രേഷ്മേൻ്റെ വീട്ടിൽ ആരൊക്കെയാന്നുള്ളത് പ്രഷറോട് പങ്കുവെക്കാൻ പറ്റുമോ? എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, എനിക്കൊരു ബ്രദറും ആണ് ഉള്ളത്. അച്ഛൻ കൃഷിപ്പണിയൊക്കെയാണ്, പേര് ശശിധരൻ, ടാപ്പിംഗ് തൊഴിലാളിയാണ്. അമ്മ വീട്ടമ്മയുമാണ്, എന്നാലും അമ്മ ഖാദിയിൽ പോകുന്നുണ്ട്, നെയ്ത്താണ് ജോലി. പേര് ഉഷ. അനിയൻ സുബിൻ, അവൻ എറണാകുളത്ത് ഓഡ് എഞ്ചിനീയറാണ്. അതെ അതെ അതെ. രേഷ്മയെ ഞാൻ ചെറുപ്പം തൊട്ട് കാണുമ്പോഴേ മ്യൂസിക് ഫീൽഡാണ്. അപ്പം അനിയനും ഇപ്പം മ്യൂസിക് ആണെന്ന് പറഞ്ഞു. അപ്പം രേഷ്മ ഇനി എങ്ങനെയാണ് എന്റെ ഫ്യൂച്ചർ, എന്താണ് ആഗ്രഹം? ഇപ്പൊ ഇനി മ്യൂസിക് ടീച്ചറായിട്ടും പിന്നെ അതുപോലെ ഈ ഗവൺമെന്റിൽ തന്നെ ഒരുപാട് ഈ MA എല്ലാം കഴിഞ്ഞാൽ മ്യൂസിക് ഫീൽഡിൽ, അപ്പൊ എന്തായാലും ഗവൺമെന്റിൽ മ്യൂസിക് ടീച്ചറായിട്ട് ജോയിൻ ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ എന്താണ് ഇനി? അതെ, എനിക്ക് നല്ലൊരു സിംഗർ ആവണം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അച്ഛനും അമ്മയും പാട്ടൊക്കെ പഠിപ്പിച്ചാണ്. അപ്പോൾ അവരുടെ ആ ആഗ്രഹം എന്തായാലും നല്ലൊരു വേദിയിൽ നല്ലൊരു സിംഗറായിട്ട് പാടിയിട്ട് അവരുടെ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതുപോലെ അതിന്റെ കൂടെ ഒരു ജോലിയും, അതായത് നല്ലൊരു ജോലിയും, ടീച്ചർ, അത് മ്യൂസിക് ഇഷ്ടപ്പെട്ട ഫീൽഡിൽ തന്നെ എനിക്ക് ജോലി കിട്ടുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അതായിരിക്കും. കാരണം നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ വർക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഈ പാട്ട് 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 അതായിരിക്കും. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മുടെ സ്വപ്നം ഫുൾ അതിലായിരിക്കും. അപ്പൊ ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിൽ അതിൽ തന്നെ ജോലി കിട്ടുമ്പോൾ അതായിരിക്കും അച്ഛനും അമ്മയും നല്ല സപ്പോർട്ടാണ്. കാരണം അവരുള്ളത് കൊണ്ടാണ് ഇപ്പൊ ഇന്ന് ഈ വേദിയിൽ ഇവിടെ അങ്ങനെ നിൽക്കണേ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിട്ട് രണ്ടാളും മുന്നിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്. അവരെ സംബന്ധിച്ച് ഒരു നല്ല പാട്ടുകാരാണ് അച്ഛനും അമ്മയും പാട്ടുകാരാണ്. അതെ അതെ, അച്ഛന്റെ അമ്മേന്റെയും കുഞ്ഞിക്കാലത്തിൽ അവർക്ക് പഠിക്കാൻ പറ്റിയില്ല. അമ്മേന്റെ അമ്മ പണ്ട് സംഗീതം പഠിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അവര് കച്ചേരിയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ എന്റെ അമ്മേന്റെ അച്ഛൻ കുഞ്ഞിക്കാലത്തെ മരിച്ചുപോയി. അപ്പൊ മരിച്ചുപോയപ്പോ അമ്മേനൊക്കെ, അമ്മ 3 പെൺകുട്ടികളാണ്. അപ്പൊ അമ്മമാരുടെ കീഴിൽ നിന്നിട്ടാണ് അവര് വളരുക. അപ്പൊ ഇതുപോലെ സബ് ജില്ലയിലും കലോത്സവത്തിനൊക്കെ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് വിടില്ല. അപ്പൊ ഇന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനാണ് ഏറ്റവും ഭയങ്കര ഭാഗ്യവതി. കാരണം അവർക്ക് എത്തിപ്പെടാൻ എന്നെ വിടുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാ പ്രോഗ്രാമിനും ഇപ്പൊ എന്ത് പരിപാടി വരുന്നുണ്ട് പറഞ്ഞാലും അച്ഛനും അമ്മയും ഓടിക്കൊണ്ടുപോകും, പങ്കെടുപ്പിക്കും, പ്രോത്സാഹിപ്പിക്കും. അപ്പൊ ഏറ്റവും വലിയ എന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്റെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും സപ്പോർട്ടാണ്. ഇൻസ്പിറേഷൻ
എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കുറെ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ദാസേട്ടന്റെ പാട്ടുകളാണ്. ദാസേട്ടൻ്റെ പാട്ടാണ്. ആ, കാരണം എനിക്ക് ഈ കുറച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള പാട്ടുകളൊക്കെ പഠിക്കാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. രേഷ്മയുടെ പാട്ടുകളും കൂടുതൽ അങ്ങനെയാണ് ഈ കർണാടക സംഗീതവും സംഗീതം ബേസ് ചെയ്തിട്ടുള്ള പാട്ടുകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനൊരു നല്ല വേദിയിൽ പോകുമ്പോഴും അങ്ങനത്തെ പാട്ടുകളൊക്കെയാണ് കൂടുതലും പാടാൻ ആഗ്രഹിക്കുക. പക്ഷെ അതുകൊണ്ട് ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഒരിക്കലും ഞാൻ പിന്നോട്ടേക്ക് മാറില്ല, മുന്നോട്ടേക്ക് തന്നെ പോകും. ഈ കൂട്ടത്തിലൊരു ചോദ്യം, നമ്മളിപ്പോ ഈ റാപ്പ് സംഗീതം കുറച്ച് ഇങ്ങനെ നമ്മളെ യുവാക്കളുടെ ഇടയിലും നമ്മുടെ ജനങ്ങളുടെ ഏറ്റവും നമ്മുടെ വേടൻ ഇപ്പൊ ഏറ്റവും ഇപ്പൊ നമ്മളെ വൈറലായി നിൽക്കുന്ന വേടന്റെ ഈ പാട്ടിനെ പറ്റി എന്താണ് അഭിപ്രായം? എനിക്ക് വേടന്റെ പാട്ട് സത്യം പറഞ്ഞാൽ ഇഷ്ടമാണ്. കാരണം എന്താന്ന് വെച്ചാൽ എല്ലാ സംഗീതമാണല്ലോ, അപ്പൊ അതിന് അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട്. ഇപ്പൊ സംഗീതത്തിനെക്കാട്ടിയും കൂടുതൽ വാക്കുകളുടെ മൂർച്ചയാണ്. അപ്പൊ അതെനിക്ക് ഇഷ്ടമാണ്. ഞാൻ എല്ലാം കാര്യമായിട്ട് ശ്രദ്ധിക്കാറുണ്ട്, എല്ലാ ടൈപ്പ് സോങ്ങുകളും കേൾക്കാറുണ്ട്. എനിക്ക് വേടന്റെ പാട്ട് നല്ല താല്പര്യമാണ്. അതുപോലെ തന്നെ രേഷ്മന്റെ അമ്മ നന്നായിട്ട് പാടും എന്നുള്ളത് ഒരു നാട്ടുകാരന്റെ രീതിയിൽ നമുക്കറിയാം. അപ്പൊ ഈ പ്രേക്ഷകർക്ക് മുന്നിൽ രേഷ്മന്റെ അമ്മേന്റെ ഒരു പാട്ട് കൂടി നമുക്ക് ആയിക്കോട്ടെ. അപ്പം രേഷ്മയുടെ അമ്മ ഉഷേച്ചി നമ്മോടൊപ്പം ചേരുകയാണ്. അപ്പം പഴയ കാലത്ത് ഒരുപാട് പാട്ടുകളൊക്കെ പാടുന്നതാണ്. അപ്പൊ രേഷ്മയുടെ ഒപ്പം എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് ഒന്നിച്ച് നിൽക്കുന്ന അമ്മയാണ്. അപ്പം പ്രേക്ഷകർക്ക് നമുക്ക് വേണ്ടിയിട്ട് രേഷ്മയുടെ അമ്മ 2 ലൈൻ ഒരു പാട്ട്. നിദ്രാവിഹീനയായി നിന്നു നിൻമലർവാടിയിൽ നീറുമോരോർമ്മ നമ്മലെ ഞാൻ കാത്തു നിന്നു 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 ഞാൻ കാത്തു നിന്നു. അപ്പം രേഷ്മക്ക് വെറുതെ അല്ല, ആ ഒരു പാരമ്പര്യമായി കിട്ടിയ കഴിവ് തന്നെയാണ് രേഷ്മ. അപ്പം ഇനി നമ്മുടെ ഈ A1 ന്യൂസിന്റെ ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മളോടൊപ്പം സഹകരിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പം ഇനി നമുക്ക് ഭാവിയിൽ, അതായത് എല്ലാവരും ആഗ്രഹിക്കുന്നത് സിനിമ, അതായത് സിനിമ പിന്നണി ഗായിക ആവണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഏതൊരു ഗായികയെ സംബന്ധിച്ചുകൊണ്ടും. അപ്പൊ ആ ഒരു ലക്ഷ്യം രേഷ്മക്ക് പൂർത്തീകരിക്കാനുള്ള എല്ലാ ഭാഗ്യവും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിൽ ഒരുപാട് നന്ദി. അപ്പം ഇന്നത്തെ ഈ ഒരു പരിപാടി നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. Thank you.